സാന്ദ്രാനന്ദാവബോധാത്മകമനുപമിതം കാലദേശാവധിഭ്യാം നിർമുക്തം നിത്യമുക്തം നിഗമശതസഹസ്രേണ നിർഭാസ്യമാനം അസ്പഷ്ടം ദുഷ്ടമാത്രേ പുനരരുപുരുഷാർത്ഥാത്മകം ബ്രഹ്മതത്വം ദത്താവത് ബാധിതാക്ഷാത് ഗുരുഭവനപുരേഹന്ത ഭാഗ്യഞ്ജനാനാം. നമസ്കാരം. സനാതനധർമ്മ സംഹിതകളിലെ വിജ്ഞാനശകലങ്ങൾ പങ്കുവയ്ക്കാനായുള്ള ചാനലായ നാദശ്രീയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഓർമ്മപ്പെടുത്തിക്കൊള്ളുന്നു. ശ്രീമന്നാരായണീയത്തിൽ പരശുരാമചരിതമാണ് നമ്മൾ തുടങ്ങി വെച്ചത്. രാമോ നാമ തദാത്മജേഷു അവരജ പിത്രോരഥാ സമ്മതം. ഭൃഗുവംശത്തിൽ ജമദഗ്നിയിൽ നിന്ന് രേണുകയിലാണ് ജനിച്ചത്. അമ്മ രേണുക, അച്ഛൻ ജമദഗ്നി. അതായത് ഈ സത്യവതി എന്ന് പറഞ്ഞിട്ടുള്ള ഗാതിയുടെ പുത്രി, ഗാതി പുത്രിയാണ് സത്യവതി. ആ സത്യവതിക്ക് വിവാഹം നിശ്ചയിക്കുന്ന കഴിക്കാൻ പോകുന്ന ആൾ ഇന്നലെ പറഞ്ഞു 1000 കുതിരകൾ, ഒരു ചെവി മാത്രം ഇരുണ്ടത് ശ്യാമേക കർണങ്ങളായിട്ടുള്ള കുതിരയെ കൊണ്ടേ കൊടുക്കണം. ഋചീകനാണ് അതിന് കഴിഞ്ഞത്. അദ്ദേഹത്തിൻ്റെ സുഹൃത്താണല്ലോ വരുണൻ. അപ്പോൾ വരുണനോട് എനിക്കൊരു 1000 കുതിരയെ വേണം, ഇങ്ങനെ ഒരു വിവാഹ പന്തയം, അതിൽ വിജയിക്കാനാണെന്ന് പറഞ്ഞപ്പോൾ കൊടുത്തു വരുണൻ. അങ്ങനെ ഋചീകൻ സത്യവതിയെ വിവാഹം കഴിച്ചു കൊടുത്തു. അങ്ങനെ സന്താനം ഉണ്ടാവാൻ വേണ്ടിയിട്ട് ഒരു പ്രസാദം ചരു ജപിച്ചു കൊടുക്കുകയാണ് ഋചീകൻ സത്യവതിക്ക് ചെയ്തത്. കാരണം ഇതിനപ്പം അത് കൊടുക്കണം, വിവാഹസന്താനം ഉണ്ടാവാൻ എന്നാണെങ്കിൽ കുറച്ചും കൂടി തപസ്സിന് വേണ്ടി ഋചീകൻ കാട്ടിലേക്ക് പോവുകയാണ്. അപ്പം എങ്ങനെയാണ് സന്താനം ഉണ്ടാവുക? സത്യവതി പറഞ്ഞു, ഇങ്ങനെ ഒരു ആഗ്രഹമുണ്ട്, എനിക്ക് സന്താനം ഉണ്ടാവണം, അങ്ങ് തപസ്സിന് പോയാൽ എനിക്ക് സന്താനം ഉണ്ടാവില്ലല്ലോ. അങ്ങനെയാണ് ചരു എന്നാണ് ഈ പ്രസാദത്തിന് പറയുക. അത് ജപിച്ചു കൊടുത്തത്. അപ്പോൾ പുത്രിക്ക് ഇത് കൊടുത്തു എന്നാണ്. ഈ സത്യവതിയുടെ അമ്മ പറഞ്ഞു, എനിക്കും ഒരു പ്രസാദം കിട്ടുകയാണെങ്കിൽ ഒരു സന്തതി ഉണ്ടാവും, സത്യവതിക്ക് ഒരു സഹോദരൻ ഉണ്ടാവുകയാണെങ്കിൽ നല്ലതാണല്ലോ എന്ന് പറഞ്ഞു. ആരെ? സത്യവതിയുടെ അമ്മ. അപ്പം അതും ജപിച്ചു കൊടുത്തു. ഈ 2 പ്രസാദം ഇവർ മാറ്റി കഴിച്ചു. അതുണ്ടായത്. അമ്മ പറഞ്ഞു, നിനക്ക് തന്ന പ്രസാദം എനിക്കിതാ, എൻ്റെ പ്രസാദം നീ കഴിച്ചോ എന്ന് പറഞ്ഞു. അത് വ്യത്യാസപ്പെടുത്താൻ പാടില്ലായിരുന്നു ശരിക്കും പറയാച്ചാൽ. എന്താ അതുകൊണ്ട് പറ്റിയത് എന്നാണെങ്കിൽ, സത്യവതിക്ക് ബ്രാഹ്മണകുമാരനും ഈ അമ്മയ്ക്ക്, സത്യവതിയുടെ അമ്മയ്ക്ക് ക്ഷത്രിയ കുമാരനും ഉണ്ടാവാനാണ് മന്ത്രം സങ്കല്പിച്ചിരുന്നത്. ഇത് മാറ്റി കഴിച്ചതുകൊണ്ട് സത്യവതിക്ക് ക്ഷത്രിയ കുമാരനും സത്യവതിയുടെ അമ്മയ്ക്ക് ബ്രാഹ്മണ കുമാരനുമാണ് ഉണ്ടാവുക എന്ന് ഋചീകൻ പറഞ്ഞു. അപ്പം അവർക്കത് ഇഷ്ടമല്ല. കാരണം അമ്മയ്ക്ക് ക്ഷത്രിയ കുമാരൻ തന്നെ വേണം, മകൾക്കാണെച്ചാലും ബ്രാഹ്മണ കുമാരൻ തന്നെ വേണം, അങ്ങ് അതിനൊരു നിവൃത്തി ഉണ്ടാക്കി തരണമെന്ന് പറഞ്ഞു ഋചീകനോട്. അപ്പോൾ ഋചീകൻ പറഞ്ഞു, പ്രസാദം മാറ്റിയ ഞാനെങ്ങനെ നിവൃത്തി ഉണ്ടാക്കുക? പ്രസാദത്തിന് സ്വഭാവമല്ലേ കാണിക്കുള്ളൂ എന്നായി ഋചീകൻ, സത്യവതിയുടെ ഭർത്താവ്. അപ്പോൾ പറഞ്ഞു, എന്തെങ്കിലും ഒരു വഴി കാണണമെന്ന് പറഞ്ഞു. ഒരു കാര്യം ചെയ്യാം, അടുത്ത തലമുറയ്ക്ക് മാറ്റിത്തരാം. ഈ തലമുറയിൽ നിനക്ക് ബ്രാഹ്മണകുമാരൻ ഉണ്ടാവും, അമ്മയ്ക്ക് ക്ഷത്രിയകുമാരൻ ഉണ്ടാവും, കുഴപ്പമുണ്ടാവില്ല. പക്ഷെ അടുത്ത തലമുറയിൽ ഇപ്പോൾ ഇതിൻ്റെ ഫലം അനുഭവിക്കാതെ പറ്റില്ല എന്ന് പറഞ്ഞു ഋചീകൻ. അങ്ങനെയാണ് ഈ അമ്മയ്ക്ക് കുശികൻ ഉണ്ടായത്. ക്ഷത്രിയകുമാരൻ തന്നെയായി. സത്യവതിക്കോ ബ്രാഹ്മണകുമാരനും ഉണ്ടായി, ജമദഗ്നി. മഹർഷിയാണ്, ബ്രാഹ്മണ സ്വഭാവമാണ്. പക്ഷേ അടുത്ത തലമുറയ്ക്ക് ജമദഗ്നിക്ക് ഉണ്ടായത് പരശുരാമനാണ്. ആ പ്രസാദം മാറ്റി കഴിച്ചതിൻ്റെ ഫലമായിട്ട് പരശുരാമൻ ജമദഗ്നിക്ക് ഉണ്ടായി. ജമദഗ്നിയുടെ പത്നി പ്രസവിച്ചിട്ട് പരശുരാമൻ ഉണ്ടായി. അത് ക്ഷത്രിയ സ്വഭാവമാണ്. പ്രസാദം മാറ്റി കഴിച്ചതുകൊണ്ടാണ് ഈ ആയുധാഭ്യാസവും സൈന്യ അഭ്യാസവും ഒക്കെ ഈ പരശുരാമൻ ചെയ്തത്. ശരിക്കും മഹർഷിയാണ്, തപസ്സിന് പോകേണ്ട ആളാണ് പരശുരാമൻ. ഒരു ചോദ്യമുണ്ട് അവിടെ, എങ്ങനെയാണ് ഈ ജമദഗ്നിയുടെ മകൻ പരശുരാമൻ ഋഷികുമാരനല്ലേ ആവേണ്ടത് അങ്ങനെ തന്നെയാണ്. പക്ഷേ അമ്മ മാറ്റി പ്രസാദം മേൽ തലമുറയിൽ മാറ്റി കഴിച്ചത് കാരണമാണ്
ക്ഷത്രിയ സ്വഭാവം ഉണ്ടായത്. അപ്പോൾ കുശികൻ ക്ഷത്രിയനാണ്. പ്രസവിച്ചിട്ട് വിശ്വാമിത്രൻ ഉണ്ടായി. രാജാവാവേണ്ട ആളാണ്. വിശ്വാമിത്രൻ ശരിക്കും ക്ഷത്രിയനാവേണ്ട ആളാണ്. അക്ഷകാലം രാജാവാവും ചെയ്തിരുന്നു. കഥ നോക്കുമ്പോൾ പെട്ടെന്നൊരു സുപ്രഭാതത്തിലാണ് കമണ്ടൽ കൊടുത്ത തപസ്സിന് പോയത്. ക്ഷത്രിയൻ തപസ്സിനും പോയി, ബ്രാഹ്മണൻ ആയുധം കൊടുത്തു. അതാണ് ഇപ്പോൾ ഇവിടെ ഉണ്ടായത്. അങ്ങനെയാണ് പരശുരാമാവതാര ചരിതം ഉണ്ടായത് എന്ന് പറയുകയാണ്. കാരണം വസിഷ്ഠനോട് മത്സരിച്ച് ഈ വിശ്വാമിത്രൻ രാജാവായിരുന്നു, തോറ്റു. അപ്പോൾ മനസ്സിലായി രാജാവിനും ക്ഷത്രിയനും അല്ല യഥാർത്ഥ ശക്തി. ആർക്കാ? ബ്രാഹ്മണനും തപസ്സിനും തന്നെയാണ്. അങ്ങനെ അത്ര അതേ കിരീടാണ് അഴിച്ചു വെച്ച് ഗംഭീര തപസ് ചെയ്ത് ബ്രഹ്മർഷി പദത്തിലെത്തിയത്. അപ്പം എന്താ വെച്ചാൽ ഈ പ്രസാദങ്ങളൊക്കെ നമ്മൾ കൂടുതൽ മാറ്റുകയോ നമ്മുടെ ഇഷ്ടത്തിന് പല്ലേ പോയി കാണുമ്പോഴേനും മുട്ടറുത്താതെ ചട്നിക്ക് അരയ്ക്കലും കൂട്ടാലെടുക്കലും ഉണ്ട്. തെറ്റാണ്. അത് വേണമെങ്കിൽ നമുക്ക് അവിടെ സമർപ്പിച്ച് പോരാനേ പാടും. അവരതെന്ത് ചെയ്യണമെന്ന് നമ്മൾ നോക്കണ്ട. ഇവിടെ കൊടുന്നിട്ട് മിക്സിയിലിട്ട് അരയ്ക്കുകയോ മാറ്റം പെടുത്തുകയോ ചെയ്താൽ മുട്ടറുത്തതിൻ്റെ ബലം ഇല്ല എന്നല്ല ദോഷമുണ്ടാവും. പ്രസാദത്തിന് ഫർദർ മാറ്റങ്ങൾ ഉണ്ടാക്കിക്കൂടാ. നേദിച്ച പാല് കാച്ചാൻ പാടില്ല. കാച്ചാണ്ടേ നേദിക്കാവൂ. കാച്ചിയ പാല് നേദിക്കില്ലല്ലോ. അത് വീണ്ടും ഒന്ന് കാച്ചിക്കളയെന്ന് തോന്നിയാലോ ചെയ്യരുത്. അങ്ങനെ സേവിക്കാനേ പാടും. അപ്പം അങ്ങനെ ഒരു തത്വം നമുക്ക് പഠിക്കാണ്ട്. പ്രസാദത്തിൽ കൂടുതൽ മാറ്റങ്ങൾ വരുത്തരുത്. ഇനി അടുത്ത ശ്ലോകം. ലബ്ധാംനായ ഗണച്ചതുർദശവയ ഗന്ധർവരാജേ മനാകാസക്താം കില മാതരം പ്രതിപിതോ ക്രോധാകുലസ്യാജ്ഞയാ താതാജ്ഞാതികസോദരീ സമമിമാം ചിത്വാദശാന്താത്പിതുത്തേഷാം ജീവനയോഗമാപിതവരം മാതാചതേ താത്പരാൻ. പരശുരാമൻ്റെ ചരിത പ്രവൃത്തികൾ വർണ്ണിക്കുകയാണ്. ലബ്ധാംനായ ഗണ, വേദങ്ങളെല്ലാം പഠിച്ച് കഴിഞ്ഞതിന് ശേഷം 14 വയസ്സ് പ്രായമായി ചതുർദശ 14 വയസ്സായിട്ടുള്ള ഭഗവാനെ പരശുരാമനായ അങ്ങ് എവിടെയാ ഒക്കെ പഠിച്ചു വന്നതെന്ന് ചോദിച്ചാൽ ശിവൻ്റെ അടുത്താണ്. പരശുരാമൻ്റെ ഒരു ശിവൻ്റെ ഒരു ശിഷ്യത്വമുണ്ട് പരശുരാമന്. നമ്മൾ കേട്ടിട്ടുണ്ടാവുമല്ലോ, ഗണപതിയെ കാവൽ നിർത്തി എന്നും പരശുരാമൻ ഗുരുവായിട്ടുള്ള ശിവനെ കാണാൻ പോയപ്പോൾ തടഞ്ഞു എന്നും ഒരു കൊമ്പ് പോയി എന്നൊക്കെയുള്ള കഥ. ഇവിടെ നിന്ന് ആ കഥയൊന്നും പറയണമെന്നില്ല കേട്ടോ. കിട്ടിയില്ലയോ ദക്ഷിണ വീണ്ടുവോളം ഭിക്ഷ അല്ലെ വിദ്യാർപ്പണം പാത്രമറിഞ്ഞു വേണമെന്ന് പാർവതി ശിവനോട് ചോദിക്കുന്നുണ്ട്. ഗണപതിയാണ്. ഉണ്ണിയെ തൊട്ടപ്പോഴേക്കും പാർവതിക്ക് ഭാവം മാറി. ശിഷ്യൻ രണ്ടാമതന്നെ ഇല്ലേ ഉള്ളൂ. ഉണ്ണിയെ കഴിഞ്ഞിട്ടല്ലേ ശിഷ്യനുള്ളൂ. ശിഷ്യൻ വന്നു പാർവതിക്ക് അങ്ങനെയൊക്കെ ചെയ്യാൻ പാടുമോ? തൻ്റെ ഉണ്ണിയെ ഈ ഒരു കൊമ്പ് മുടിച്ചു എന്നും പറഞ്ഞിട്ട് ശിവനോട് ദേഷ്യപ്പെട്ടു. അത് അങ്ങയുടെ ശിഷ്യൻ കാണിച്ച ഏർപ്പാട് എന്നൊക്കെ പറഞ്ഞ കഥകളൊക്കെ ഉണ്ട്. എന്തായാലും പരശുരാമൻ ശിഷ്യനാണ്. എന്താ പഠിച്ചതറിയോ? ശരിക്കും വേദമെന്ന് ഇവിടെ പറഞ്ഞുവെങ്കിലും ധനുർവേദമാണ് പഠിച്ചത്. നേരത്തെ പ്രസാദം മാറ്റി കഴിച്ചതിൻ്റെ ആ ഒരു സ്വന്തം എല്ലാം അതിൻ്റെ മേപ്പെട്ടുള്ള തലമുറ ജമദഗ്നിയുടെ അമ്മ അങ്ങനെ ചെയ്തത് കാരണം ശിഷ്യ സ്വഭാവം അവിടെ പോയിട്ട് ധനുർവേദമാണ് അത്രയും പഠിച്ചത്. ഒക്കെ പഠിച്ച് ടീമൊക്കെ ഉണ്ടാക്കിയെന്നാണ്. കുറേ യുദ്ധത്തിന് വേണ്ട സന്നാഹങ്ങളും സൈന്യങ്ങളും സഹിതം പരശുരാമൻ ശിവൻ്റെ അടുത്ത് പോയിട്ട് തിരിച്ചെത്തി. അങ്ങനെ ഇരിക്കുമ്പോഴാണ് വേറൊരു കാര്യത്തിലേക്ക് കടന്നു. ഗന്ധർവരാജേമനാകാസക്താങ്കില മാതരം പ്രതി. മാതാവായിട്ടുള്ള രേണുക, യമദഗ്നിയുടെ പത്നി, പരശുരാമൻ്റെ അമ്മ, ഒരിക്കൽ ഈ നദിയിലേക്ക് കുളിങ്ങാ നദിയിലേക്ക് വെള്ളം എടുക്കാൻ പോയതാണ്. പൂജാതി കാര്യങ്ങൾക്ക് ശുദ്ധമായിട്ടുള്ള വെള്ളം നദിയിൽ നിന്ന് എടുക്കുമ്പോൾ ഒരു പ്രത്യേകത എന്താ വെച്ചാൽ അവിടുത്തെ ഈ കളിമണ്ണ്, നദീതീരത്തെ കളിമണ്ണ് കുടമായിട്ട് മാറും. അതിൽ വേണം വെള്ളം എടുത്തുകൊണ്ടിരാനാണ്. ഈ ഒരു ദിവസം എന്തെങ്കിലും മനസ്സിൽ ശരിയല്ലാതെ വിചാരിച്ചിട്ടാണെങ്കിൽ ഈ കുടം ആയി മാറാൻ താമസമെടുക്കും. ഇപ്പം താമസമെടുത്ത് അവിടെ CC ക്യാമറയൊന്നും വേണ്ട എന്നത്തെ പോലെയെന്നാ. തീർച്ചയാക്കാം മനസ്സിൽ ദുർവിചാരമുണ്ട് രേണുകയ്ക്ക്. ഒരു ദിവസം കുറച്ച് താമസിച്ചു, സമയം വഴുകുകയാണ്. അപ്പം മനസ്സിലായി എന്തോ അവിടെ കുടമായി മാറാൻ. പണ്ടൊക്കെ CC ക്യാമറയിലെല്ലാ കാര്യങ്ങളും അറിയുക. ആകാശത്തുള്ള ജ്യോതിർഗോളങ്ങളുടെ സ്ഥിതി എങ്ങനെ അറിഞ്ഞു? ദൂരദർശിനി കൊണ്ടാണോ കണ്ടറിഞ്ഞത്? എത്ര കൃത്യം ഇന്ന് നോക്കി കണ്ടിട്ടുള്ള അതേ കാര്യം ഭാഗവതം പഞ്ചമത്തിൽ 23-ാമത്തെ അധ്യായത്തിൽ വർണ്ണിച്ചാൽ ഞാൻ അത്ഭുതപ്പെടും. ഒരു ഉപകരണവും ഇല്ലാതെ പണ്ട് ഇന്നെന്ത് കണ്ടെത്തിയോ അതന്നെ പറഞ്ഞു വെച്ചിരിക്കണം.
അതുകൊണ്ട് ഇതൊക്കെ യുക്തിയുക്തമല്ല എന്നും വെറുതെ കഥകളാണ് എന്നും തോന്നണവർക്ക് ഭാഗവതം പഞ്ചമൊന്നെടുത്ത് വായിക്കാം. 23-ാമത്തെ അധ്യായം വായിച്ചാൽ അവർ സമ്മതിച്ചളയും ഏത് യുക്തിവാദിയും. പത്യം പരന്തിമഹി ഭാഗവതം സത്യമാണ്. അപ്പം ഇതൊക്കെ അറിയാനുള്ള മാർഗമുണ്ട്. നേരം വൈകിയപ്പോഴേക്ക് ജമദഗ്നി ചോദിച്ചു, രേണുകയോട് ആരെയാ മനസ്സിൽ വേണ്ടാത്തത് വിചാരിച്ചത്? ആരെങ്കിലും വിചാരിച്ചോ എന്ന് ചോദ്യമില്ല, ആരെയും മനസ്സിൽ കണ്ടത് ചോദിച്ചു. സത്യം പറഞ്ഞു രേണുക, നിവൃത്തിയുണ്ടോ? അങ്ങനെയാണ്, ഒരു ഗന്ധർവനെ കണ്ടിട്ട് ഞാൻ കുറച്ച് നേരം ഒന്നിങ്ങനെ നോക്കി ആ സൗന്ദര്യം കണ്ട്, അത്രയേ ഉള്ളൂ, വേറെ ഒന്നും ഉണ്ടായിട്ടില്ല. എന്നെ ഇഷ്ടമില്ലാഞ്ഞിട്ടല്ലേ നീ വേറെ ആളെ നോക്കി നിന്ന്? അതാണ് ഗന്ധർവരാജേ മനഃാസക്തം. ഗന്ധർവരാജനിൽ ആസക്തമായിട്ടുള്ള മനസ്സോടുകൂടിയ മാതരം പ്രതി. പരശുരാമൻ്റെ അമ്മ രേണുകയ്ക്ക് നേരെ ക്രോധാകുലസ്യ പിതു, ദേഷ്യം വന്നു മഹർഷിക്ക്. തൻ്റെ പത്നി വേറെ ആളെ നോക്കുക എന്ന് പറഞ്ഞാൽ ശരിയാണോ? എന്ത് ചെയ്തു? ഈ സഹോദരന്മാരോട്, രാമന് സഹോദരന്മാരുണ്ട്, ആ അമ്മയെ കൊല്ലാൻ പറഞ്ഞു. തസ്യാജ്ഞയാ താതാജ്ഞാധിക സോദരൈ സമം. സഹോദരന്മാരോട് അമ്മയെ കൊല്ലാൻ പറഞ്ഞു. സഹോദരന്മാർ വിസമ്മതിച്ചു. അമ്മയെ കൊല്ലിയത് ഏത് അച്ഛനായാലും അമ്മയെ കൊല്ലാൻ പറഞ്ഞാൽ ഞങ്ങൾക്ക് പറ്റില്ല അച്ഛനായി. അപ്പം ഞാൻ രാമനോട് പറഞ്ഞു, രാമ, ഈ സഹോദരന്മാരെയും കൊല്ലണം അമ്മയും കൊല്ലണം. പറഞ്ഞാൽ കേൾക്കാത്ത സഹോദരന്മാരും ഇവിടെ വേണ്ട, അമ്മയും വേണ്ട. കൊല്ലാൻ പറ്റുമോ രാമനെ? രാമൻ പറഞ്ഞു അച്ഛൻ പറഞ്ഞാൽ ഞാൻ എന്താ ചെയ്യാത്ത അച്ഛൻ? അതുവരെ അങ്ങനെ ഉണ്ടായിട്ടുണ്ടോ? പക്ഷേ ഒരു കാര്യമുണ്ട്, എനിക്ക് ഞാൻ ചോദിച്ചാൽ വരം തരേണ്ടി വരും, എന്നാലേ ഞാൻ ചെയ്യുള്ളൂ. ആ വരം എന്താണെന്ന് ഇപ്പോൾ പറയൂല. ആയിക്കോട്ടെ, ഞാൻ പറഞ്ഞതനുസരിച്ച് നീ ചോദിച്ച വരം ഞാൻ തരാം. എന്താച്ചാൽ തരാം. ഇപ്പോൾ കൊല്ലണം പറ്റുമോ? വേഗം ആ സഹോദരന്മാരെയും കൊന്നു, അമ്മയും കൊന്നു. താതാജ്ഞാധിക സോദരേ സമം ഇമാം ചിത്വ. സഹോദരന്മാരെ തലവെട്ടി, അമ്മയുടെ തലയും വെട്ടി. മിട്ടുക്ക, എന്താ നിനക്ക് വരം വേണ്ടത് ചോദിച്ചു. അതച്ചാന്താത് പിതുത്തേഷാം ജീവനയോഗമരം ആ പിതാ. ഇതാ വരം വേണ്ട അച്ഛാ, അവരൊക്കെ ജീവിക്കണം. ഞാൻ കൊന്നു എന്ന കാര്യവും അവർക്ക് ഓർമ്മ ഉണ്ടാവാനും പാടില്ല. വരം തന്നേ പറ്റൂ, പാലിക്കാണ്ടിരിക്കാൻ പറ്റുമോ? അപ്പം ഈ കൊന്നപ്പോഴേക്കും ജമദഗ്നിക്ക് തന്നെ തോന്നി, ഈശോ വേണ്ടിയിരുന്നില്ല, സ്വന്തം പത്നി ഇത്ര ചെറിയൊരു പിഴവേ ഉള്ളൂ, അവിടെ വേറെ ഒന്നും ഉണ്ടായിട്ടില്ലല്ലോ. സഹോദരന്മാരെയും കൊന്നപ്പോഴേ, അപ്പോഴാണ് രാമൻ്റെ ബുദ്ധി, അവരൊക്കെ ജീവിക്കണം, ഞാൻ കൊന്നു എന്ന കാര്യം ഓർമ്മയുണ്ടാവരുത്. മിടുക്ക, എന്നാ അങ്ങനെയാവട്ടെ. ഒറ്റ അനുഗ്രഹം. അതാ അമ്മ നീട്ടു, സഹോദരന്മാർ നീട്ടു. അവർക്കൊന്നും ഈ കൊന്ന കാര്യം ഓർമ്മയില്ല, അടുത്ത കാര്യത്തിലേക്കാണ് പ്രവേശിച്ചു. തേഷാം ജീവനയോഗപരമാപിത. അവൻ്റെ ബുദ്ധിയാണ്. അപ്പം ഇവിടെ അച്ഛൻ പറഞ്ഞത് അനുസരിച്ചിട്ടാണ് അമ്മയെ കൊന്നത്. അതുകൊണ്ട് അമ്മയെ കൊല്ലുന്നത് ശരിയാണ് എന്ന് എടുക്കാൻ പാടില്ല. പുരാണങ്ങളിൽ നിന്ന് എപ്പോഴും എടുക്കേണ്ട പോലെ എടുക്കാൻ പാടൂ. എന്നിങ്ങനെ എടുക്കേണ്ടത്, അച്ഛൻ പറഞ്ഞത് അനുസരിച്ച രാമനെ കാണാം, കൂടാതെ എന്തും കൂടി കാണണം, അമ്മയെ കൊന്ന് ജീവിപ്പിച്ച രാമനെയാണ് കാണേണ്ടത്. ശരിയല്ലേ? കൊന്ന രാമനെ കാണരുത്, കൊന്ന് ജീവിപ്പിച്ച രാമനെ കാണണം. ഇപ്പം രാമൻ്റെ ബുദ്ധി ശക്തി എത്രയുണ്ട്? കൊന്ന ആളെ ജീവിപ്പിക്കാനുള്ള ശക്തിയുണ്ട്. അതുകൊണ്ട് അമ്മയെ ജീവിപ്പിക്കാനുള്ള കഴിവുണ്ട്. അച്ഛൻ കൊന്നോളൂ, അച്ഛൻ പറഞ്ഞതനുസരിച്ചതാണ്. ജീവിപ്പിക്കാൻ കഴിവില്ലെങ്കിൽ ഒരച്ഛൻ പറഞ്ഞതുകൊണ്ട് നമ്മളമ്മയെ കൊല്ലരുത്. ശരിയാണ്. അപ്പോൾ ശരിയായി, പ്രശ്നം തീർന്നില്ലേ? രാമൻ എന്തുകൊണ്ടാണ് കൊന്നത്? തനിക്ക് നല്ല ബോധ്യമുണ്ട് എന്ത് അമ്മയെ ജീവിപ്പിക്കാൻ കഴിയുന്നത്. അപ്പം ഇവിടെ അമ്മയെ കൊന്ന് ജീവിപ്പിച്ച രാമനെ കാണണം, അച്ഛൻ പറഞ്ഞതനുസരിച്ച രാമനെ കാണണം. അല്ലാതെ അമ്മയെ കൊല്ലണ രാമനെ അല്ല കാണേണ്ടത്. കഥകളിൽ നിന്ന് എടുക്കേണ്ട പോലെ എടുത്തില്ല. ഇനി ഒരു അച്ഛനെ അഥവാ പറയുകയാണ് അമ്മയെ കൊല്ലാൻ പറഞ്ഞ ഒരു നിമിഷത്തിൽ കൊല്ലരുത്, സംശയം വേണ്ട, കാരണം നമുക്ക് ജീവിപ്പിക്കാൻ പറ്റില്ല. ഇതൊക്കെ അവർക്ക് പ്രത്യേക കോൺടെക്സ്റ്റ് ആ സന്ദർഭത്തിൽ ചെയ്തതാണ്. അത് എല്ലാ സന്ദർഭത്തിലേക്കും അപ്ലിക്കബിൾ അല്ല. അങ്ങനെ പുരാണ കഥയെ വേണ്ട വിധത്തിൽ എടുക്കുകയാണെങ്കിൽ ഒരു കുഴപ്പമില്ല. പക്ഷേ ഇത് പറയുന്നുണ്ടേ, ഭാഗവതം വായിക്കേണ്ട കേട്ടോ, ഭാഗവതം അനുസരിക്കേണ്ട, ഭാഗവതം തെറ്റാണ്,
അമ്മയെ കൊന്ന രാമൻ്റെ കഥയാണ്. ഇത്ര അബദ്ധം ആലോചിച്ചു. ഒന്ന് ജീവിപ്പിച്ചത് അവർ കാണുന്നില്ല, അനന്തരപ്പുറത്തേക്ക് കാണുന്നില്ല, അതാ കുഴപ്പം. ഈ തുടർന്നുള്ള പ്രവൃത്തികളാണ് അടുത്ത ശ്ലോകങ്ങളിലായിട്ട് വർണ്ണിക്കുന്നത്. നല്ലൊരു പ്രഭാതം എല്ലാവർക്കും ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നമസ്കാരം.